ഗുരുവായൂർ ശിവേലി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? രാത്രിത്തെ ശിവേലി കാണാത്ത ആൾക്കാർ എത്ര പേരുണ്ട് ഇവിടെ? ഒന്ന് കൈബുക്കൂ. ഗുരുവായൂരത്തെ രാത്രി ശിവേലി കാണാത്ത ആൾക്കാർ ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും രാത്രിയിലെ ഗുരുവായൂരപ്പന്റെ ശിവേലി കാണണം. ഗുരുവായൂരപ്പൻ ഒരു ചക്രവർത്തിയായിട്ട്, ഗുരുവായൂരപ്പൻ ഒരു രാജാവായിട്ട് എഴുന്നള്ളുന്ന ഒരു പ്രതീതി നിങ്ങൾക്കുണ്ടാവും. ശരിക്കും ഗുരുവായൂരപ്പൻ ദ്വാരകയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരികയാണോ നമ്മുടെ അടുത്തേക്ക് നമുക്ക് തോന്നും. അതില് ഗുരുവായൂരപ്പന്റെ ശ്രീഭൂതബലിയാണ് ആദ്യത്തെ 3 പ്രദക്ഷിണം. 4ാമത്തെ ഒരു പ്രദക്ഷിണമാണ് ഗുരുവായൂരപ്പൻ. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ താജ്മഹലോ അല്ലെങ്കിൽ ഈജിപ്തിലെ പിരമിഡോ ഇതൊക്കെ മിസ് ചെയ്യുന്നത് പോലെ നിങ്ങൾ മിസ് ചെയ്യാൻ പോകുന്ന ഒന്നാണ് ഗുരുവായൂരപ്പന്റെ രാത്രി ശിവേലി. 4ാമത്തെ ശിവേലിക്ക് 2 പാറ്റാന എക്സ്ട്രാ വരും. മുമ്പുള്ള തിടമ്പ് മാറ്റി വേറൊരു കൊമ്പന്റെ പുറത്ത് വീഴും. 3 ആനപ്പുറത്താണ് ആ ശിവേലി. അതുവരെ ഭഗവാൻ ആനയുണ്ട്. ആ ശിവേലി നടക്കുന്ന സമയത്ത് രാത്രിത്തെ ആ ഒരു ഭഗവാന്റെ കോലം ആനയുടെ പുറത്തേക്ക് കയറ്റുന്ന സമയത്ത് അവിടെ ഹാർമോണിയൊക്കെ വായിക്കുന്ന ചേട്ടനുണ്ട്. അദ്ദേഹം ആ കൊടിമരത്തിന് ചുറ്റും സുഗന്ധദ്രവ്യങ്ങൾ കത്തിക്കും.